രാവിലെ തന്നെ വീടിന്റെ അവിടെ ചെറിയ മഴ പെയ്തു. അതുകൊണ്ട് വീടിന്റെ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരെ വിചാരിച്ചു. അപ്പോൾ ഈ ഷർട്ടിന് ഇട്ടിട്ടാണ് പോകുന്നത്. എന്താണെന്നറിയില്ല, ഈ ഷർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അതൊക്കെ ഇട്ട് റെഡി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കും. വൈകി പോയതുകൊണ്ടാണോ അറിയില്ല, 1 മിനിറ്റ് വ്യത്യാസത്തിൽ ഒരു ബസ് കിട്ടി. ഈ ബസ് എവിടെയാണ് ലാസ്റ്റ് ആയിട്ട് നിർത്തുന്നത് അവിടെ പോയി ഇറങ്ങാം. എന്തായാലും 1 മണിക്കൂറെങ്കിലും ഈ ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വരും. ബസ്സിൽ നല്ല നല്ല പഴയ പാട്ടുകൾ വെച്ചുകൊണ്ട് സമയം പോയത് അറിയാതെ തന്നെ സ്ഥലത്ത്. ഇതാണ് ഞാൻ വന്ന ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. വന്നത് എന്തിനാന്ന് പോലും അറിയാത്തതുകൊണ്ട് 1 മണിക്കൂർ എവിടേക്കിന്നില്ലാണ്ട് നടന്നു. തിരിച്ചു പോകണ വഴിക്ക് ഭാഗ്യം നോക്കാൻ വേണ്ടിട്ട് ഒരു ലോട്ടറിയും കൂടി എടുത്തു. തിരിച്ചു പോകുമ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ, ചെറുതായിട്ട് വോമിറ്റ് വരുന്ന പോലെയൊക്കെ തോന്നി. അത് നോക്കിയിട്ട് തന്നെ വീട്ടിന് അതുവരെ എത്തി. പോയ എനർജി ഒക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിട്ട് കുറച്ച് തിന്നാനൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകും. ഞാൻ പോയ ശേഷം വീടിന്റെ അവിടെ വീണ്ടും മഴ പെയ്തു തോന്നുന്നു. ഞാൻ വീട്ടിലെത്തിയ ശേഷം വീണ്ടും നല്ലപോലെ മഴ പെയ്യാൻ തുടങ്ങി. ആ മഴയത്ത് അങ്ങനെ ഒരു 7 അങ്ങ് കുടിച്ചു. അതിനൊപ്പം കുറച്ച് എനർജിക്ക് വേണ്ടി 2 പഴം കൂടെ കഴിച്ചു. മഴ നല്ലപോലെ വീണ്ടും കൂടാൻ തുടങ്ങി. പക്ഷെ അതിനൊപ്പം വെയിലും കൂടി ഉണ്ടായി. അപ്പൊ എനിക്ക് മനസ്സിലാവാതെ തന്നെ മനസ്സിലായി ഇന്ന് കുറുക്കന് കല്യാണം. കുറുക്കന് കല്യാണം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് കോഴികൾ തമ്മിൽ നല്ല. ഞാൻ പിന്നെ അതിൽ ഇടപെട്ടിട്ട് എല്ലാത്തിനും ഓരോ വഴിക്ക് അയച്ചു. ഒന്ന് മാറിപ്പോയാലും അടുത്തവൻ കൊടുക്കാനും കിട്ടാനൊക്കെ വേണ്ടി കയറി വരിക. ഞാൻ വീണ്ടും പോയി അതിനെ ആട്ടി വിട്ടു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരാൾ ഒരു സാധനം കട്ട് ചെയ്തു. അപ്പൊ ഞാൻ നേരെ കട്ടൊന്നും തിന്നാൻ പാടില്ല പറഞ്ഞ് ഉപദേശിച്ചിട്ട് കോഴിക്ക് അങ്ങനെ തീറ്റിട്ടു. എന്നിട്ട് നോക്കുമ്പോൾ നമ്മളെടുത്ത ലോട്ടറിന്റെ റിസൾട്ട് വന്നിക്കും. ഇതിലെ കോടിയാണോ ലക്ഷമാണോ എടുക്കേണ്ടി പറഞ്ഞിട്ട് നോക്കായിരുന്നു ഞാൻ. പക്ഷെ ഭാഗ്യം ഒരുപാടായതുകൊണ്ട് ഒന്നും കിട്ടിയില്ല. അങ്ങനെ കോടിയും ലക്ഷമൊക്കെ നഷ്ടപ്പെട്ട വിഷമത്തിൽ ലോട്ടറി കാറ്റത്ത് പറത്തിയിട്ടാണ് ഈ കൊച്ചു വീട് അവസാനിപ്പിക്കുന്നത്.